നാളെ തന്നെ ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ക്രോഡീകരിച്ച് നൽകിയില്ലെങ്കിൽ SBIക്കെതിരെ സുപ്രീം കോടതി കോടതിയലക്ഷ്യ നടപടികൾ ആരംഭിക്കുമെന്നാണ് ഇന്നത്തെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. 50 കോടി ഉപഭോക്താക്കളുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ് SBI. രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിലെ ഡിജിറ്റലൈസേഷൻ ഇനീഷ്യേറ്റീവുകൾക്ക് നേതൃനിരയിലുണ്ടായിരുന്ന ബാങ്ക്. സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ബാങ്കുകളിലും ടു ബിഗ് ടു ഫെയിൽ കാറ്റഗറിയിലും ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ബാങ്ക്. അങ്ങനെയുള്ള SBIക്ക് ഇലക്ട്രൽ ബോണ്ട് പർച്ചേസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് 22,000 വിവരങ്ങൾ സുപ്രീം കോടതി നിശ്ചയിച്ച തീയതിക്കുള്ളിൽ പുറത്തുവിടാൻ സാധിക്കില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രശ്നബാധിതമായ കാര്യമാണ്. SBIയുടെ തന്നെ സബ്മിഷനിൽ പോലും എല്ലാ വിവരങ്ങളും സീൽഡ് കവറുകളിൽ ഒരിടത്ത് തന്നെ, അതായത് മുംബൈയിലെ മെയിൻ ബ്രാഞ്ചിൽ തന്നെ ഉള്ളതായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ വിവരം സിങ്ക് ചെയ്യാനും ക്രോഡീകരിക്കാനും 20 ദിവസം പോരാ, ഇനിയും 4 മാസം കൂടി വേണമെന്നാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് പറയുന്നത്. ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ അതിനെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ് SBIയുടെ ഈ നിലപാട്. ഫെബ്രുവരി 15-നാണ് സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഇലക്ടോറൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കുന്നത്. 2019 ഏപ്രിൽ 12 മുതൽ ഇതുവരെ ഇലക്ടോറൽ ബോണ്ട് വാങ്ങിയവർ, അത് ഡൊണേറ്റ് ചെയ്ത രാഷ്ട്രീയ പാർട്ടികൾ എന്നിങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും ഈ മാസം മാർച്ച് 13-ന് തന്നെ വെബ്സൈറ്റിൽ നൽകണമെന്നാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നത്. എന്നാൽ SBIക്ക് അത് സാധിക്കില്ല എന്നാണ് പറയുന്നത്. ബോണ്ട് ഇഷ്യൂ ചെയ്ത ഡേറ്റും പർച്ചേസ് ചെയ്ത ഡേറ്റും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വെവ്വേറെയാണെന്നും ഇത് മാച്ച് ചെയ്ത് നോക്കണമെന്നുമൊക്കെയുള്ള ഒഴിവ് കഴിവുകളാണ് SBI പറയുന്നത്. ഇതിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോം, കോമൺ കോസ് എന്നിവർ കോടതിയലക്ഷ്യ ഹർജികൾ ഫയൽ ചെയ്യുകയുണ്ടായി. ഇതിലാണ് ഇന്ന് സുപ്രീം കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം SBI ഇലക്ടോറൽ ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നാളെ തന്നെ ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കണം. ഇലക്ഷൻ കമ്മീഷൻ വെള്ളിയാഴ്ച തന്നെ ഈ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി ചോദിച്ചത്, ഞങ്ങൾ നിങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള മാച്ചിങ് എക്സസൈസുകൾ നടത്താൻ പറഞ്ഞിരുന്നു എന്നാണ്. SBIയുടെ പക്കൽ എല്ലാ വിവരങ്ങളുമുണ്ട്. ആ വിവരങ്ങൾ അതേപടി പബ്ലിഷ് ചെയ്യാനാണ് ഞങ്ങൾ പറഞ്ഞത്. ഇതിന് എന്താണ് ഇത്ര ബുദ്ധിമുട്ട് എന്നാണ് കോടതി ചോദിച്ചത്. അതായത് സിംപ്ലി ഓപ്പൺ അപ്പ് ദ സീൽഡ് കവർ, കൊളേറ്റ് ദ നെയിംസ് ആൻഡ് ഫർണിഷ് ദ ഡീറ്റെയിൽസ്. ഇതിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ട് എന്നതിൽ സംശയങ്ങളൊന്നുമില്ല. സുപ്രീം കോടതി ഇലക്ടോറൽ ബോണ്ട് റദ്ദ് ചെയ്തത് മുതൽ ഡൽഹിയിൽ ഉയർന്ന പുക കെട്ടടങ്ങിയിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ ഇത്തരത്തിലൊരു അടി കോടതിയിൽ നിന്ന് മോദി സർക്കാർ പ്രതീക്ഷിച്ചതേ അല്ല. ആ വിധി അട്ടിമറിക്കാൻ നടത്തുന്ന നാടകത്തിൽ ഒന്നു മാത്രമാണിത്.